മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഇടത് സിൻഡിക്കേറ്റിന് കനത്ത തിരിച്ചടിയായി ചാൻസലറുടെ പുതിയ ഉത്തരവ്. ഇടത് സിൻഡിക്കേറ്റ് ഡീൻമാർക്ക് നൽകിയ പ്രത്യേക അധികാരം ചാൻസലർ റദ്ദാക്കി. പുതിയ ഉത്തരവ് പ്രകാരം ബോർഡ് ഓഫ് സ്റ്റഡീസുകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ഇടതിന്റെ രാഷ്ട്രീയ പിരിമുറുക്കത്തിൽ നിന്നും യൂണിവേഴ്സിറ്റിയെ മോചിപ്പിക്കുന്നതാണ് പുതിയ ഉത്തരവെന്ന് സെനറ്റ് അംഗം അരുൺ മോഹൻ പ്രതികരിച്ചു. MG യൂണിവേഴ്സിറ്റിയിൽ നിർണായകമായ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് ചാൻസലർ. രാഷ്ട്രീയ ഇടപെടലുകൾക്ക് അതീതമായിട്ടുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൃത്യമായി തന്നെ അവരുടെ അധികാരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഉതകുന്നതാണ് പുതിയ ഉത്തരവ്. നേരത്തെ സിൻഡിക്കേറ്റ് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അതുപ്രകാരം ഡീൻമാർക്ക് അമിത അധികാരങ്ങൾ നൽകിയിരുന്നു. ഈ സർവകലാശാലയുടെ സിലബസ് രൂപീകരണം, അക്കാദമിക പ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങൾക്ക് ഡീൻമാർക്ക് അമിത അധികാരം നൽകുന്നതായിരുന്നു നേരത്തെ സിൻഡിക്കേറ്റ് രൂപീകരിച്ച ആ നിർണായകമായിട്ടുള്ള തീരുമാനം. അത് റദ്ദാക്കിക്കൊണ്ടാണ് ചാൻസലർ ഇപ്പോൾ പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും അധികാരം നൽകുന്നതാണ് പുതിയ ഉത്തരവ്. നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവ് പ്രകാരം ബോർഡ് ഓഫ് സ്റ്റഡീസിന് തീരുമാനങ്ങൾ എടുത്താലും അതിൻ്റെ അധികാരം നൽകുന്നത്, അതിന് അനുമതി നൽകുന്നത് ഡീൻമാരായിരിക്കും. ഈ ഡീൻമാർ പലപ്പോഴും ഇടത് സംഘടനാ അനുകൂലികളും ഇടത് സിൻഡിക്കേറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ അവർ വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടത് സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് സിലബസുകളിലടക്കം രാഷ്ട്രീയ അക്കാദമിക പ്രവർത്തനങ്ങളിലടക്കം തടസ്സം ഉണ്ടാക്കുകയും സർവകലാശാലയുടെ മുന്നോട്ട് പോക്കിന് തന്നെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുമൊക്കെ ആയിരുന്നു. ഇത്തരത്തിൽ ഡീൻമാർക്ക് നൽകിയിരുന്ന അമിത അധികാരമാണ് ഇപ്പോൾ ചാൻസലർ റദ്ദാക്കിക്കൊണ്ട് ചാൻസലർ പ്രത്യേക ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. സർവകലാശാല സെനറ്റ് അംഗം അരുൺ മോഹൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് അനുകൂല അധ്യാപക സംഘടനകൾ ഒക്കെ പിടിമുറുക്കിയിരിക്കുന്ന ആ രാഷ്ട്രീയ പിടിവള്ളിയിൽ നിന്നും MG യൂണിവേഴ്സിറ്റി മോചിതമാകുകയാണോ ഈ പുതിയ ഉത്തരവിലൂടെ? തീർച്ചയായിട്ടും ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി യൂണിവേഴ്സിറ്റിയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് പറയുന്നൊരു കാര്യമാണ്, അമിതമായ രാഷ്ട്രീയവൽക്കരണം ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വലിയ പ്രശ്നമായിരുന്നു. വൈസ് ചാൻസലർക്ക് സ്വന്തം നിലയ്ക്ക് വിവേചന അധികാരം ഉപയോഗിച്ച് സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ പോലും ഇടത് അധ്യാപക സംഘടനകളും അതുപോലെ അവിടുത്തെ എംപ്ലോയീസ് യൂണിയനും ഒക്കെ തീരുമാനിക്കാതെ ഒരു കാര്യം മുമ്പോട്ട് പോവില്ല എന്നൊരു സാഹചര്യം മഹാത്മാഗാന്ധി സർവകലാശാലയിലുണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സിലബസിൻ്റെ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട്, ചോദ്യപേപ്പർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് സ്വതന്ത്ര അധികാരമുള്ളൊരു സമിതിയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ്. പക്ഷേ ബോർഡ് ഓഫ് സ്റ്റഡീസിനെ നിയമിച്ചത് വീണ്ടും പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചാൻസലർക്ക് ഇവരൊരു ലെറ്റർ അയക്കുന്നു. ചാൻസലറുടെ അന്തിമ തീരുമാനം വരുന്നത് വരെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ അധികാരം ഏതാണ്ട് ഡീൻമാരിലേക്ക് പോകുന്ന രീതിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയ വൈസ് ചാൻസലർ വളരെ കൃത്യമായി അദ്ദേഹത്തിന് MG യൂണിവേഴ്സിറ്റി ആക്ട് 1985 സെഷൻ 3 സെക്ഷൻ 1017 ഉപയോഗിച്ച്, ചാപ്റ്റർ 3 സെക്ഷൻ 1017 ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരത്തെ അദ്ദേഹം കൃത്യമായി വിനിയോഗിച്ചിരിക്കുന്നു. അതിൽ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയമില്ല. യൂണിവേഴ്സിറ്റിയുടെ ശരിയായ നടത്തിപ്പിന് വേണ്ടി അദ്ദേഹത്താൽ കഴിയുന്ന രീതി അദ്ദേഹം കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇടത് സിൻഡിക്കേറ്റിൻ്റെ ഏറ്റ അടി എന്ന് പറയുന്നത് ചെറുതല്ല. ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ സർവകലാശാലകളിൽ വലിയ പ്രശ്നങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ സമയോചിതമായ ഇടപെടൽ നടത്തുന്ന ഒരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കൂട്ടടച്ച തത്തയെപ്പോലെ ഇരിക്കുന്ന വൈസ് ചാൻസലർ, അവരെ നിയന്ത്രിക്കുന്ന സിൻഡിക്കേറ്റ്, സെനറ്റ്, ഇതായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതിനൊരു മാറ്റം വരുന്നു എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ്. അക്കാദമിക കാര്യങ്ങൾ